Hello my students. So, നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക് ആണ് നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് and that is the disc-gazed. We learned that fruits are formed from the ovary after fertilization. Is it? Yes. നമ്മുടെ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓവറിയിൽ നിന്നും ഫ്രൂട്ട് ഫോം ചെയ്യുന്നത്. ഇവിടെ ഒരു കാഷ്യൂ ആപ്പിൾ എന്ന് പറയുന്ന ഫ്രൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ സീഡിൽ നിന്നൊന്നുമല്ല ഫോം ചെയ്തിട്ടുള്ളത്, ഇത് പ്ലാന്റിൻ്റെ ഒരു പാർട്ടിൽ നിന്നാണ് ഫോം ചെയ്തിട്ടുള്ളത്. വിച്ച് പാർട്ട് ഈസ് ദാറ്റ്? യെസ്, ദാറ്റ് ഈസ് ദ പെഡിസിൽ. വിച്ച് പാർട്ട് ഡെവലപ്ഡ് ടു ഫ്രോം ദി കാഷ്യൂ ആപ്പിൾ? കാഷ്യൂ ആപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ഫ്രൂട്ട് എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, കാഷ്യൂ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട് ആദ്യം. ആ കാഷ്യൂ ഫ്ലവേഴ്സിൽ നിന്നും കാഷ്യൂ നട്ട്സ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എവിടെയാണ്? ആ പെഡിസിൽ എന്ന് പറയുന്ന ആ ഒരു പോർഷനിലാണ് കാണപ്പെടുന്നത്. എന്നിട്ട് എന്ത് ചെയ്താണ്, ഈ പെഡിസിൽ ഡെവലപ്പ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്, അവിടെ കാഷ്യൂ ആപ്പിൾ എന്ന് പറയുന്ന ഫ്രൂട്ട് ഫോം ചെയ്തിട്ടുള്ളത്. സോ ഇൻ സം പ്ലാന്റ്സ്, ചില പ്ലാന്റ്സിൽ എന്താണ് നടക്കുന്നത്, പാർട്സ് ലൈക്ക് ദി thalamus, pedicel, എക്സെട്ര. ചില ഭാഗങ്ങളായിട്ടുള്ള തലാമസ്, പെഡിസിൽ പോലെയുള്ള ഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്തിട്ട് ഫ്രൂട്ട്സ് ലൈക്ക് സ്ട്രക്ചറാണ്. ഡെവലപ്പ് ഇൻടു ഫ്രൂട്ട്സ് ലൈക്ക് structures and those are called false fruits. So what do you mean by false fruits? എന്താണ് false fruits എന്ന് വെച്ചാൽ എന്താണ് പറയേണ്ടത്? Yes, that is in some plants parts like the thalamus, pedicel, etc. develop into fruit like structures are called false fruit. സോ ചില പ്ലാന്റ് പാർട്സിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പ്ലാന്റ് പാർട്സ് ആയിട്ടുള്ള തലാമസ്, പെഡിസിൽ പോലെയുള്ളവയാണ് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ഫ്രൂട്ടിൻ്റെ സ്ട്രക്ചർ ആകുന്നത്. ആൻഡ് ദാറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ആർ കോൾഡ് ഫാൾസ് ഫ്രൂട്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കാഷ്യൂ ആപ്പിൾ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇൻ ദ കേസ് ഓഫ് ആപ്പിൾ, പിയർ. ഇവിടെ രണ്ട് എക്സാമ്പിൾസ് ആണ് തന്നിട്ടുള്ളത്, രണ്ട് ഫ്രൂട്ട്സ് ആയിട്ട്. ആപ്പിൾ, പിയർ, കാഷ്യൂ ആപ്പിളാണ് മെയിൻ 3 എക്സാമ്പിൾസ് ഓഫ് ഫാൾസ് ഫ്രൂട്ട്സ്. ഈ ആപ്പിളും പിയറൊക്കെ നോക്കുക, അതിൽ നമുക്ക് ഇവിടെ ഫ്രൂട്ട് പോർഷന് കാണാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ സീഡ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ദ പാർട്ട് ഡെവലപ്ഡ് ഫ്രം ദി തലാമസ്, അതിൻ്റെ ആ ഒരു ബാക്ക് കവർ, ദാറ്റ് മീൻസ് ഔട്ടർ കവർ ഉണ്ടാവുമല്ലോ, ഒരു ആപ്പിളിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഔട്ടർ കവറിങ് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഇതൊരു ആപ്പിളാണെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു ഔട്ടർ കവറിങ് ഉണ്ടല്ലോ, ഇവിടെ എന്ത് ചെയ്താണ്, ഇത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? യെസ്, ഓഫ് കോഴ്സ് തലാമസ് എന്ന് പറയുന്ന ഭാഗം ഡെവലപ്പ് ചെയ്തിട്ടാണ് ആ പാർട്ട് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇൻ ദി കേസ് ഓഫ് ആപ്പിളും പിയറിലൊക്കെ ദ പാർട്ട് ഡെവലപ്ഡ് ഫ്രം ദി തലാമസ് ആണ്. ഓക്കെ, എക്സാമിൻ ആപ്പിൾ ആൻഡ് കാഷ്യൂ ആപ്പിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ട്രൂ ഫ്രൂട്ട് ആൻഡ് ഫാൾസ് ഫ്രൂട്ട്. അതിൻ്റെ ട്രൂ ഫ്രൂട്ടും അതുപോലെ തന്നെ ഫാൾസ് ഫ്രൂട്ടും അവിടെ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് സീഡ് ആർ ഹെൽപ്പ് ഇൻ പൊളിനേഷൻ. സോ എന്താണ് ഇവിടെ പറയുന്നത്, അവിടെയുള്ള സീഡിൻ്റെ സൈസും ഷേപ്പും, സൈസ് മീൻസ് അതിൻ്റെ വലുപ്പവും ആകൃതിയൊക്കെ വിച്ച് ഹെൽപ്സ് ഇൻ ദി പ്രോസസ് ഓഫ് പൊളിനേഷൻ. ഇൻ കാഷ്യൂ നട്ട് ഫ്രൂട്ട്, apple, etc. other parts of the flower grows like a fruit and those are the
false fruit. So ഇവിടെ true fruit എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് സീഡ്സ് പൊളിനേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് ചില പാർട്സ് എന്ത് ചെയ്യാണ്, അത് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ഫ്രൂട്ട് ലൈക്ക് സ്ട്രക്ചർ ആകുന്നുണ്ട്. ആൻഡ് അതിന് വിളിക്കുന്ന പേരാണ് ഫാൾസ് ഫ്രൂട്ട്. ഓക്കെ. And the last topic in this chapter is fruit and flower. Fruit and flower. Okay. ഇവിടെ നമുക്ക് 3 പിക്ചേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ താഴെ 3 ബോക്സസും കാണാൻ പറ്റുന്നുണ്ടല്ലേ. And one question is, examine the figures given below and find out the right statements related to each fruit. ഓരോ ഫ്രൂട്ടിനെയും റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിന് കറക്റ്റ് ആരോ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്പർ ഇടുക. ഫസ്റ്റ് ഫ്രൂട്ട് ഏതാണ്? യെസ്, സ്ട്രോബെറി, ചില്ലി, അരക്കനട്ട്. ഇതാണ് 3 ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ഇവിടെ കാണുന്നത്. ആൻഡ് ഫസ്റ്റ് ബോക്സിലുള്ളത് ഏതിനോടാണ് മാച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. Flowers are seen as inflorescence. In that picture ഏതിലാണ് നമുക്ക് flowers are seen as inflorescence? ഫ്ലവേഴ്സ് കൂട്ടം കൂട്ടമായിട്ട് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? Yes, very good. Of course, it's seen in the arecanut fruit. So, ആ ആരോ മാർക്ക് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, അരക്കനട്ട് ഫ്രൂട്ട്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. ഓക്കെ. And the second one is more than one ovary in a flower. ഒരു ഫ്ലവറിൽ ഒന്നിൽ കൂടുതൽ ഓവറി കാണപ്പെടുന്നത് എവിടെയാണ്? Yes, that is in the strawberry. Okay. And the third one, flowers are seen one by one. Single flowers ആയിട്ട് കാണുന്നത് ചില്ലിയിലാണ്. Okay. So the first one is, ടീച്ചർ എഴുതി തരാം. First one, flowers are seen as inflorescence, and the second one is more than one ovary in a flower, and third one is flowers are seen one by one. That means single flower. ഇങ്ങനെ 3 സംഭവങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇതിന് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോക്സിൽ കാണപ്പെടുന്ന ഓരോന്നാണ്. അതിൽ ഫസ്റ്റ് വൺ, ഫ്ലവേഴ്സ് ആർ സീൻ ആസ് ഇൻഫ്ലോറസെൻസ്. ആ ഒരു പിക്ചറിൽ ഏതാണ് നമ്മൾ ഇൻഫ്ലോറസെൻസ് കൂട്ടങ്ങളായിട്ട് കാണപ്പെടുന്നത്? യെസ്, ദാറ്റ് ഈസ് അരക്കനട്ട് ഫ്രൂട്ടാണ് കാണുന്നത്. ഓക്കെ. ആൻഡ് ദി സെക്കൻഡ് വൺ, മോർ ദാൻ വൺ ഓവറി ഇൻ എ ഫ്ലവർ. ഒരു ഫ്ലവറിൽ ഒന്നിൽ കൂടുതൽ ഓവറീസ് കാണപ്പെടുന്നത്? യെസ്, ഓഫ് കോഴ്സ്, ദാറ്റ് ഈസ് ഇൻ സ്ട്രോബെറി. സ്ട്രോബെറിയിലാണ് മോർ ദാൻ വൺ ഓവറി ഒരു ഫ്ലവറിൽ കാണുന്നത്. ഓക്കെ. And the last one, flowers are seen one by one. That means single flower ആയിട്ട് നമുക്ക് ആ പിക്ചേഴ്സിൽ കാണാൻ പറ്റുന്നത് ചില്ലി അല്ലേ, ആ ഒരു ഫ്ലവറാണ്. സോ ഇത് 3 എന്ത് ചെയ്യുക, കറക്റ്റ് മാച്ച് ചെയ്യുക. ഓക്കെ. And the last one, we see flowers of different size every day. How many kinds of fruits we eat? Do you observe them closely? Observe the grass, climbers, and other kind of plants seen in your surroundings. How interesting it's to watch the flowers in them and pollinating insects that comes to them. അതെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ഒരു സറൗണ്ടിങ്സിൽ എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഒരുപാട് ഫ്രൂട്ട്സ് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ.
ഡിഫറെൻറ്റ് കളറിൽ, സൈസിൽ, അതുപോലെ തന്നെ അട്രാക്റ്റീവ്നെസ് ആയിട്ടുള്ള സ്മെൽസിൽ, ഫ്രാഗ്രൻസിൽ എക്സെട്ര ഒരുപാട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൊളിനേറ്റിംഗ് ഏജൻറ്റ്സ് ആയിട്ടുള്ള ഒരുപാട് ഇൻസെക്ട്സിനെ, വൈൻഡ്, ഡ്യൂ ഡ്രോപ്സ്, അങ്ങനെ ഒരുപാട് പൊളിനേറ്റിംഗ് ഏജൻറ്റ്സ് ആയിട്ടും ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹണി ബീസ്, മോത്ത്, ബട്ടർഫ്ലൈസ് ഇതൊക്കെ ഈ പൊളിനേറ്റിംഗ് ചെയ്യുന്നതൊക്കെ കാണാൻ തന്നെ എന്ത് രസമായിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ വീട്ടിനകത്തിരുന്നൊക്കെ ബോറടിച്ചാൽ കുറേ ദൂരത്തേക്കൊന്നും പോകണ്ട, അവനവരുടെ വീട്ടിൻ്റെ സറൗണ്ടിങ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സിനെയും അതുപോലെ അതിൻ്റെ പൊളിനേറ്റിംഗ് ഏജൻറ്റ്സും പൊളിനേഷൻ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഓരോ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഫ്രീ ടൈമിലൊക്കെ ഒന്ന് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ BSൻ്റെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ഫ്ലവർ ടു ഫ്ലവർ എന്നതിൽ പറയുന്നത്. ഓക്കെ, ഇതിൽ മെയിൻ പ്രൊജക്റ്റ് ടീച്ചർ എന്താണ് തരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് വേരിയസ് ഫ്ലവേഴ്സ് and fruits and arrange and paste them in an album. ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്ന അത്ര ഫ്ലവേഴ്സും പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഫ്രൂട്ട്സും എന്ത് ചെയ്യുക, എത്രത്തോളം കിട്ടുന്നുണ്ടോ അത്രത്തോളം അത് കിട്ടിയിട്ട് നമ്മുടെ A4 ഷീറ്റിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഫസ്റ്റ്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഫ്ലവേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഏതൊക്കെ നമുക്കറിയാൻ പറ്റുന്നുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ആയിരുന്നു. ആൻഡ് എന്തൊക്കെ പെക്യുലർ ഫീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ഫ്ലവർ ആൻഡ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ ഫ്ലവർ പറഞ്ഞിട്ടുണ്ട്. ദെൻ റിപ്രൊഡക്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ എന്താണ് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം, വാട്ട് ഈസ് Yes, androecium is the male reproductive and gynoecium is the female reproductive part. അതെങ്ങനെയൊക്കെയാണ് അവർ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബൈസെക്ഷലും യൂണിസെക്ഷലുമാണ്. അതായത് ആൻഡ്രീഷ്യം ഗൈനീഷ്യം അടങ്ങിയ ഫ്ലവറും ആൻഡ്രീഷ്യം ഗൈനീഷ്യം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഫ്ലവറേയും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് സീഡ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സീഡൊക്കെ ഫോം ചെയ്ത് അതൊക്കെ ആയിട്ട് പിന്നെ എങ്ങനെയാണ് പൊളിനേഷൻ നടക്കുന്നത്. പൊളിനേഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? യെസ്, ട്രാൻസ്ഫർ ഓഫ് pollen grains from the anther to the stigma is called pollination, and the factors that helps in the pollinations are called pollinating agents. ഏതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏജൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് പൊളിനേഷൻസിൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആർട്ടിഫിഷ്യൽ പൊളിനേഷൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു. പിന്നെ പൊള്ളൻ ഗ്രെയിൻസ് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ജേണി എങ്ങനെയാണെന്നുള്ളത് സെൽഫ് പൊളിനേഷനും ക്രോസ് പൊളിനേഷനും വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ വെതറിങ് പെറ്റൽസൊക്കെ കൊഴിഞ്ഞു പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ദെൻ സിമ്പിൾ ഫ്രൂട്ട് എന്താണ്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്താണ്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്, ഫാൾസ് ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് ഇവിടെ ലെറ്റേഴ്സ് അസസ്ഡിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഒബ്സർവ് ദി പിക്ചർ. വാട്ട് ഇൻഫറൻസസ് ക്യാൻ ബി മെയ്ഡ് ഔട്ട് അബൌട്ട് ബിറ്റർ ഗോഡ് ഫ്ലവർ. എന്ത് ഇൻഫറൻസാണ് നമുക്ക് ബിറ്റർ ഗോഡ് ഫ്ലവറിൽ നിന്നും എത്താൻ പറ്റുന്നത്? In bitter gourd, androeciums and gynoeciums are seen in same flower. Yes, bitter gourd ഫ്ലവറിൽ സെയിം ഫ്ലവറിൽ തന്നെയാണ് നമുക്ക് ആൻഡ്രീഷ്യം പാർട്ടും ഗൈനീഷ്യം പാർട്ടും കാണാൻ പറ്റുന്നത്. ആൻഡ് ഹിയർ ഗൈനീഷ്യംസ് ചേഞ്ചസ് ഇൻ ടു ഫ്രൂട്ട് ആൻഡ് സീഡ്. സോ ഒരു ബിറ്റർ ഗോഡിൽ ഗൈനീഷ്യം എന്ന് പറയുന്ന ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ദാറ്റ് ചേഞ്ചസ് ഇൻ ടു ഫ്രൂട്ട് ആൻഡ് സീഡായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, സോ അവിടെ ആൻസർ എഴുതുന്ന ടൈമിൽ in bitter gourd, androecium and gynoeciums are seen in same flower. Gynoecium changes into fruits and seeds എന്ന് എഴുതുക. Okay, and the second question is parts like petals, androecium, etc. wither and fall down after fertilization. Is it? Yes, fertilization എന്ന
പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞാൽ ആൻഡ്രീഷ്യവും പെറ്റൽസും ഒക്കെ അവിടെ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട്. ദ പെഡിസിൽ തലാമസ് ആൻഡ് കാലിക്സ് ബിക്കം സ്ട്രോങ്. എക്സ്പ്ലെയിൻ ദി റീസൺ. ഇത് നമ്മൾ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഫ്ലവറിൻ്റെ ചില പാർട്സ് ആയിട്ടുള്ള തലാമസും കാലിക്സും പെഡിസിലും ഒക്കെ മോർ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ovary wall develop into fruit wall. Answer is നോട്ട്സിൽ എഴുതേണ്ടതാണ്. ovary wall develop into fruit wall. ovary wall ആണ് ഫ്രൂട്ട് വാൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ovules develop into seed. that is ഒരു ചേഞ്ചസ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നോട്ടിലോട്ട് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ എഴുതണേ. ഓവറി വാൾ ഡെവലപ്പ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? യെസ്, ഫ്രൂട്ട് വാളായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഓവ്യൂൾ ഡെവലപ്പ് ചെയ്തിട്ട് സീഡാകുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പെഡിസിൽ, തലാമസ് ആൻഡ് കാലിക്സ് ആർ മോർ ഫേം ആൻഡ് സ്ട്രോങ്. സോ ഇവിടെയുള്ള ഓവറി വാൾ ഡെവലപ്പ് ചെയ്ത് ഫ്രൂട്ട് വാളാകുന്നുണ്ട്. ദെൻ ഈ ഫ്രൂട്ട് വാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രൂട്ട് വാളായി. അതുപോലെ തന്നെ ഒവ്യൂൾ ഡെവലപ്പ് ചെയ്തിട്ട് സീഡാകുന്നുണ്ട്. ഈ സീഡിൽ നിന്നാണ് ഫ്രൂട്ട് ഫോം ചെയ്യുന്നത് അല്ലേ? സോ ആ ഒരു സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലവറിൻ്റെ അതർ പാർട്സ് ആയിട്ടുള്ള പെഡിസിൽ, തലാമക്സ്, കാലിക്സ് പോലെയുള്ളവ എന്തായിരിക്കണം? ബിക്കം മോർ ഫേം ആൻഡ് സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ദി ആൻസർ. സോ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. തന്നിട്ടുള്ള പ്രൊജക്റ്റ് വർക്ക് എന്തായാലും എഴുതുക. അത് A4 ഷീറ്റിൽ എഴുതുക. ദെൻ ഈ വർക്ക് നോട്ടിൽ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആക്കി എഴുതുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.